അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കൊല്ലത്ത് SCA മോർച്ചയുടെ പ്രതിഷേധം. തത്സമയ ദൃശ്യങ്ങളിലേക്ക് അവിടെ നിന്ന് മനോജ് ചേരുന്നുണ്ട്. മനോജ്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ SCA മോർച്ചയുടെ പ്രതിഷേധം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കൊല്ലം ചിന്നക്കടയിലാണ് ദേശീയപാത ഉപരോധിച്ചുകൊണ്ട്, അതായത് റോഡിൽ ഈ പ്രവർത്തകർ SCA മോർച്ചയുടെ പ്രവർത്തകർ ഉള്ളത്. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും നിതിൻ രാജിന് നീതി ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം തുടരുന്നത്. നമുക്കറിയാം, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്താകമാനം തന്നെ ഉയർന്നു വരുന്നത്. അതിന്റെ ഭാഗമായി തന്നെ കൊല്ലത്ത് ഇപ്പോൾ BJPയുടെ പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം പുരോഗമിക്കുന്നത്. ഇപ്പോഴിവിടെ SCA മോർച്ചയുടെ നേതാക്കൾ സംസാരിക്കുകയാണ്. ഇവിടെ ലാപ്സായി പോയി, മറുപടി പറയണം LDF ഗവൺമെന്റ്. സിദ്ധാർത്ഥ്, അതുപോലെ തന്നെ നമ്മുടെ മഹാരാജ SDPIയുടെ വിദ്യാർത്ഥി സംഘടന കൊത്തുതള്ളിയ അഭിമന്യു, അങ്ങനെ നിരവധി ഉദാഹരണങ്ങളല്ല, ജീവിതങ്ങൾ ഓരോ വീട്ടിന്റെയും ഒരു നാടിന്റെയും പ്രതീക്ഷയായി ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ കൊന്നു തള്ളുന്ന ഈ വൃത്തികെട്ട ഭരണകൂടത്തിനും വിദ്യാർത്ഥി അധ്യാപക സംഘടനകൾക്കും ഇവിടെ അറുതി വരുത്തണം. അതിനുവേണ്ടിയാണ് പട്ടികജാതി മോർച്ചയുടെ BJP പട്ടികജാതി മോർച്ചയുടെ വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് പട്ടികജാതി മോർച്ചയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ബഹുമാനീയനായ നമ്മുടെ ബബിൾ ദേവ് അവരുകളെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന കൊല്ലം വെസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റ് ശ്യാംചന്ദ്രൻ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റ് സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, പോലീസ് ഉദ്യോഗസ്ഥരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കഴിഞ്ഞ 2-3 ദിവസമായി കേരളം ചർച്ച ചെയ്യപ്പെടുന്ന, കേരളത്തിന്റെ മനസാക്ഷിയെ തൊട്ടുണർത്തിയ പ്രിയപ്പെട്ട നിധിയെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ സംഭവമാണ്. കേരളത്തിൽ എത്രയോ നിധിനുകൾ ഇതിനു മുമ്പും ആവർത്തിച്ചിട്ടുണ്ട് എന്ന് നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലെ നിധിന്റെ വീട് സന്ദർശിച്ചിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ മകന് നീതി തരണമെന്ന് ഒരമ്മയുടെ കണ്ണുനീർ കൊണ്ട് അവർ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ പറ്റാത്ത തരത്തിൽ വിറങ്ങലിച്ച് ആ അമ്മയുടെ അടുത്ത് നിൽക്കേണ്ട സ്ഥിതിയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. കേരളത്തിലെ അതിശക്തമായ ഭരണം നേരിടുന്നു എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ 10 വർഷത്തിനകത്ത് കേരളത്തിൽ മരണപ്പെട്ട എത്രയോ ദളിത് വിദ്യാർത്ഥികളിൽ ഒരാൾ മാത്രമാണ് നിതിൻ. എന്നാൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇന്ന് ഏപ്രിൽ 14 പട്ടികജാതി ജനസമൂഹത്തിന് ഈ നാട്ടിൽ ജീവിക്കണമെന്ന്, ഈ നാട്ടിൽ പോരാടണമെന്ന്, ഈ നാട്ടിൽ പഠിക്കണമെന്ന്, ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കണമെന്ന് പറഞ്ഞുകൊടുത്ത ആ മഹാമനുഷ്യന്റെ ജന്മദിനമാണിന്ന്. ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനത്തിൽ മധുരം കൊടുത്ത് ആഘോഷിക്കേണ്ട പട്ടികജാതി പ്രവർത്തകർ ഇന്ന് ഈ തെരുവിൽ വന്നിരിക്കണമെങ്കിൽ കേരളത്തിലെ നിതിനെ കൊലയ്ക്ക് കൊടുത്ത ഒരു സർക്കാർ, ഒരു ഭരണകൂടം അതിനിതുവരെയും മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇന്നും നിശബ്ദത പാലിക്കുന്നു. ദേശീയ പട്ടികജാതി കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടതിന് ശേഷമാണ് ഇന്ന് കേരളത്തിലെ പട്ടികജാതി കമ്മീഷനുകൾ മിണ്ടുവാൻ തയ്യാറായിട്ടുള്ളത്. ഇവിടെ ഉത്തരേന്ത്യയിലെ ദളിത് പീഡനങ്ങളെ കുറിച്ച് ബൈനോക്ലിയർ വെച്ച് നോക്കുന്ന ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ, എത്ര ആളുകളാണ് ഇന്ന് കേരളത്തിൽ നിതിന് വേണ്ടി സംസാരിച്ചിട്ടുള്ളത്? ആരെങ്കിലും ഒരാളെങ്കിലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നാവ് തുറന്നിട്ടുണ്ടോ? കേരളത്തിലെ നിതിനെ കൊലപാതകത്തിലേക്ക് കൊണ്ടുപോയ വിഷയത്തെ നോക്കിക്കാണാതെ കേവലം 19,000 രൂപ തിരിച്ചടവുള്ള ഒരു ലോൺ കമ്പനിയുമായി ബന്ധപ്പെടുത്തി കേരളത്തിലെ ഒരു കൊലപാതകത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഇവിടുത്തെ ഭരണകൂടം ശ്രമിക്കുന്നു. നിങ്ങളിട്ട അട്രോസിറ്റിയുടെ ഒരു ബലം
ഞങ്ങളുടെ ഈ കേസിനുണ്ട്. നിങ്ങൾ താൽക്കാലിക അട്രോസിറ്റി ആണെന്ന് കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായി. ഒരു തവണയല്ല, അദ്ദേഹം കൊടുത്ത ബൈറ്റിൽ 4-5 തവണ ആവർത്തിച്ചത് ഇങ്ങനെയാണ്: കേവലം ഒരു താൽക്കാലിക അട്രോസിറ്റിയാണ്. അതായത് അവിടെ എടുത്തിട്ടുള്ളത് പട്ടികജാതി അതിക്രമത്തിനെതിരെയുള്ള കേസല്ല, മറിച്ച് ആരെയൊക്കെയോ പ്രീതിപ്പെടുത്തുവാനുള്ള കേസാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ സമ്മതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വിഷമമുണ്ട്, സങ്കടമുണ്ട്. എന്റെ ഒരു സഹോദരൻ മരിച്ചതിൽ ഉള്ളിൽ നിന്നും രോഷമുണ്ട്. പ്രിയമുള്ളവരെ, ഇത് അവസാനത്തെ കൊലപാതകമായിരിക്കണം. പഠനത്തിന് വേണ്ടി ക്യാമ്പസിലേക്ക് കടന്നു പോകുന്ന ഓരോ പട്ടികജാതിക്കാരന്റെയും മുഖത്ത് നോക്കി ജാതിയുടെ പേരിൽ, അവന്റെ വർണ്ണത്തിന്റെ പേരിൽ, അവന്റെ രൂപത്തിന്റെ പേരിൽ അവനെ അപമാനിക്കപ്പെടുമ്പോൾ കേരളത്തിൽ 25 തവണ, 30 തവണ, 1000 തവണ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന, ഭരണഘടനയുടെ പേജിന്റെ എണ്ണം പോലും അറിയാത്ത കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ, CPM-ന്റെയും അതുപോലെ തന്നെ അതിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെയും ഒരുത്തന്റെയും പ്രതിഷേധം ഈ കൊല്ലത്തിന്റെ മണ്ണിൽ ഇതുവരെയും കണ്ടിട്ടില്ല. ഇനി അങ്ങനെ ഒരു പ്രതിഷേധം ആരെയും ബോധ്യപ്പെടുത്തുവാൻ വേണ്ട എന്നാണ് BJPക്കും പട്ടികജാതി മോർച്ചയ്ക്കും പറയാനുള്ളത്. ആ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കും വരെയും, ആ കുടുംബത്തിന് നീതി കിട്ടും വരെയും പട്ടികജാതി മോർച്ച ഈ തെരുവിലുണ്ടാവും. ഈ കേരളത്തിന്റെ ഓരോ തെരുവീതികളിലും ഈ നീതിക്കായുള്ള പോരാട്ടം ഒരു അക്കിയായി ആളിപ്പടരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വന്ദേ മാതരം. जय जय बीजेपी, जय जय बीजेपी, जय जय एससी मोर्चा, जय जय एससी मोर्चा, जय जय एससी मोर्चा, जय जय एससी मोर्चा. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം കൊലപാതകമെന്നാണ് SC മോർച്ചയുടെ പ്രതിഷേധത്തിൽ നേതാക്കൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നിതിൻ രാജിന്റേത് അവസാന കൊലപാതകമാകണമെന്നും, നിതിൻ ആദ്യമായി മരിക്കുന്ന ദളിത് വിദ്യാർത്ഥിയല്ലെന്നും, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദളിത് വിദ്യാർത്ഥികളെ വേട്ടയാടുന്നുവെന്നും ഇവർ പറയുന്നു. വലിയ രീതിയിലാണ് സംസ്ഥാനത്ത് പ്രതിഷേധം ഇങ്ങനെ ആളിക്കത്തുന്നത്. മനോജാണ് അവിടെ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.